ഭീഷ്മരുടെ അന്തിമോപദേശങ്ങൾ. ശരശയ്യയിൽ കിടന്ന ഭീഷ്മർ ഉത്തരായനം വരുന്നതുവരെ സൂര്യൻ വടക്കോട്ടു നീങ്ങുന്ന പുണ്യകാലം തന്റെ ജീവൻ നിലനിർത്തി. ഇത് മരിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ സമയമായി കണക്കാക്കപ്പെടുന്നു. യുദ്ധം അവസാനിച്ചപ്പോൾ പാണ്ഡവരും ശ്രീകൃഷ്ണനും ഭീഷ്മരെ സന്ദർശിച്ചു. മാനസികമായി ഏറെ വിഷമിച്ചിരുന്ന യുധിഷ്ഠിരന് ഭീഷ്മർ ധർമ്മത്തെക്കുറിച്ചും രാജ്യഭരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി. അദ്ദേഹം രാജാവിന്റെ കടമകൾ, ധർമ്മം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം, നീതി, സഹിഷ്ണുത, സത്യസന്ധത എന്നിവയെല്ലാം വിശദീകരിച്ചു. ഭീഷ്മരുടെ ഈ ഉപദേശങ്ങൾ ഭീഷ്മപർവം എന്നറിയപ്പെടുന്നു. ഇത് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. ഇഷ്ടമരണവും മോക്ഷവും. സൂര്യൻ ഉത്തരായനത്തിലേക്ക് മാറിയപ്പോൾ ഭീഷ്മർക്ക് തന്റെ ശരീരം ഉപേക്ഷിക്കാനുള്ള സമയം വന്നെത്തി. അദ്ദേഹം തന്റെ യോഗശക്തി ഉപയോഗിച്ച് തന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. അങ്ങനെ ജീവിതകാലം മുഴുവൻ താൻ ചെയ്ത കഠിനമായ പ്രതിജ്ഞകൾക്കും ത്യാഗങ്ങൾക്കും ശേഷം ഭീഷ്മർ മോക്ഷം പ്രാപിച്ചു. ഭീഷ്മരുടെ ജീവിതം പ്രതിജ്ഞാബദ്ധത, ത്യാഗം, ധർമ്മബോധം എന്നിവയുടെ ഉത്തമ ഉദാഹരണമാണ്. തന്റെ സ്വന്തം സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് താൻ സ്നേഹിച്ച രാജ്യത്തിനും കുടുംബത്തിനും വേണ്ടി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിന്റെ ഈ ത്യാഗങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും.